AD 52 മലയാള മണ്ണിൽ സുവിശേഷം പകർന്ന ധീരരക്തസാക്ഷി മാർത്തോമാ ശ്ലീഹ. ഭാരതത്തിന്റെ അപ്പസ്തോലനായ ഈ ശ്ലീഹായുടെ പാദങ്ങൾ പതിഞ്ഞ മലയാറ്റൂർ മല, തീർത്ഥാടകരുടെ പരിഹാര യാത്രകൾ ചെന്നെത്തുന്ന വിശുദ്ധ സ്ഥലം, മാർത്തോമാ ശ്ലീഹായുടെ കാലടികളെ പിന്തുടരുന്ന സീറോ മലബാർ സഭയുടെ തീർത്ഥാടന കേന്ദ്രമായി മാറിയ ഈ മണ്ണിൽ സുവിശേഷത്തിന്റെ അഗ്നി പടർത്തുന്ന മറ്റൊരിടം. മലയുടെ അടിവാരത്ത് സ്വച്ഛസുന്ദരമായ തടാകത്തിന്റെ തീരത്ത് സ്ഥാപിക്കപ്പെട്ട ക്ലോയിസ്റ്റേർഡ് കോൺവെന്റ്, മിണ്ടാമഠം. ലോകസുഖങ്ങളെ വെടിഞ്ഞ് സമ്പൂർണമായി പ്രാർത്ഥനയ്ക്കു വേണ്ടി ജീവിതം മാറ്റിവെച്ച സമൂഹം. മഠത്തിന്റെ ചുറ്റുമതിലിനുള്ളിൽ മാത്രം ജീവിച്ച് ദൈവസാന്നിധ്യത്തിന്റെ നിറവിൽ യേശുവിന്റെ മണവാട്ടികളായ സഹോദരിമാർ. പുറം ലോകത്തിന്റെ മായാവിലാസങ്ങളിൽ ജീവിതം തളച്ചിടാതെ ഏകാന്തതയിലും മൗനത്തിലും ദൈവത്തോടൊപ്പം സമയം ചിലവഴിക്കുന്ന അത്ഭുതകരമായ ജീവിതത്തിനുടമകൾ. തിരുസഭയുടെ വിശുദ്ധീകരണത്തിനും ദൈവജനത്തിന്റെ രക്ഷയ്ക്കും വേണ്ടി രാപകൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ ഉണർത്തുന്നവർ. ലളിത ജീവിതവും നിശബ്ദതയും കഠിനാധ്വാനവും ജീവിത പ്രമാണങ്ങളാക്കി വിശുദ്ധിയുടെ തീരത്തെത്താൻ ശ്രമിക്കുന്ന ഇവരുടെ ജീവിതത്തെ മാർത്ത ആൻഡ് മേരി എന്ന പ്രോഗ്രാമിലൂടെ നമുക്ക് പരിചയപ്പെടാം. മാർത്ത ആൻഡ് മേരി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സീറോ മലബാർ സഭയുടെ ആദ്യത്തെ മിണ്ടാമഠത്തിന്റെ തുടക്കക്കാരിയും മലയാറ്റൂർ മൗണ്ട് കാർമൽ ക്ലോയിസ്റ്റേർഡ് കോൺവെന്റ് മദർ പ്രേയറസുമായ സിസ്റ്റർ ജോൺസി മരിയ ഓഫ് ജീസസ് ക്രൂസിഫൈഡ് ആണ് ഇന്ന് നമ്മോട് കൂടെയുള്ളത്. സിസ്റ്റർക്ക് മാർത്ത ആൻഡ് മേരി പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്ക് യു. പ്രാർത്ഥനയോടൊപ്പം ശുശ്രൂഷയും ഉള്ളതല്ലേ നല്ലത്? പ്രാർത്ഥനയും ശുശ്രൂഷയും പരസ്പര പൂരകങ്ങളാണ്. പ്രാർത്ഥനയില്ലാത്ത ശുശ്രൂഷ തിരുസഭയുടെ അപ്പസ്തോലിക ശുശ്രൂഷയിൽ പെടുന്നേയില്ല. ഞങ്ങളുടെ ശുശ്രൂഷ പ്രാർത്ഥനയിലൂടെ ആത്മാക്കളെ നേടുന്ന തിരുസഭാ സേവനമാണ്. പ്രേക്ഷിത മധ്യസ്ഥ വിശുദ്ധ കൊച്ചുറസ്യ ഇതാണല്ലോ ചെയ്തത്. അതേ പ്രേക്ഷിത ചൈതന്യമാണ് ഞങ്ങളുടെ ശുശ്രൂഷയുടെ സത്ത. വിശുദ്ധ കൊച്ചുറസ്യ ഒന്നും ചെയ്തില്ല. അവൾ ഈ 9 വർഷം ആകെ കാർമലിൽ ജീവിച്ചു. അവളെ എങ്ങനെയാണ് തിരുസഭ ഇത്രയും വലിയ ഒരു മധ്യസ്ഥയാക്കാനായിട്ട് തിരിച്ചറിഞ്ഞത്? ഇത് തന്നെയാണ് ഞങ്ങളുടെയും ഇവിടുത്തെ ചെയ്യുന്നത്. ഞങ്ങൾ ഈ 5-6 ഭൂഖണ്ഡങ്ങൾ മുഴുവനിലുമുള്ള ആത്മാക്കളെ രക്ഷിക്കാനായിട്ടുള്ള പ്രാർത്ഥന ഈ മഠത്തിലെ ഓരോ സിസ്റ്ററും എല്ലാ ദിവസവും എല്ലാ പ്രാർത്ഥനയിലുമൊക്കെ അവർ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അത് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഈ ലോകത്തിലുള്ള കഴിഞ്ഞുപോയ ജനിച്ചിട്ടുള്ളവർ, മരിച്ചിട്ടുള്ളവർ, ഇപ്പോൾ ജീവിക്കുന്നവർ, ഇനിയും ജനിക്കാനും ജീവിക്കാനും മരിക്കാനും ഉള്ളവരും ശുദ്ധീകരണ സ്ഥലത്തിൽ എവിടെയൊക്കെയുണ്ട് അവരെയൊക്കെ രക്ഷിക്കുക എന്നുള്ള ഒരു വലിയ ഹൃദയത്തിൻ്റെ ഒരു ആവേശം ദൈവം തന്നെ തരുന്നതാണ്. ഇറ്റ് ഈസ് നോട്ട് അവർ മെറിറ്റ്, ഞങ്ങളുടെ മെറിറ്റ് കൊണ്ട് ഉണ്ടാക്കിയതല്ല, അത് ദൈവം തന്നെ നമുക്ക് അതിനുവേണ്ടി തരണം. കാരണം ദൈവത്തിൻ്റെ ഈ രാജ്യം എല്ലായിടത്തും വ്യാപിപ്പിക്കാനായിട്ട് ദൈവത്തിൻ്റെ അനന്ത സ്നേഹവും കരുണയും അതിനുവേണ്ടി തുടിക്കുകയാണ്. അപ്പോൾ അത് നടക്കപ്പെടണമെങ്കിൽ ആക്റ്റീവ് പ്രവർത്തനങ്ങൾ എവിടം വരെ ചെന്നെത്തും? എല്ലായിടത്തും ഓടി നടക്കാനായിട്ട് എല്ലാവർക്കും എല്ലാ സ്ഥലത്തും പറ്റില്ല. അപ്പോൾ ഈ മറയപ്പെട്ട സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഞങ്ങളെപ്പോലെയുള്ളവർ ദൈവത്തിൻ്റെ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, തിക്ക് ഫ്രണ്ട്സ്. അപ്പോൾ അവരത് ഭംഗിയായിട്ട് ചെയ്യുമെന്ന് ദൈവത്തിന് തന്നെ അറിയാമായിരുന്നു. അങ്ങനെയുള്ളവരെയാണ്. അപ്പോൾ അതിന് ധാരാളം വൊക്കേഷൻസും കർത്താവ് എല്ലാ മഠങ്ങളിലേക്കും കൊടുക്കും. അത് അങ്ങനെ നിലനിന്ന് പോകാനായിട്ട്. അതാണ് അമ്മ ത്രേസ്യ പുണ്യവതിയുടെ ആ അഭിലാഷം പൂർത്തീകരിക്കപ്പെടണം. ആത്മാക്കളുടെ രക്ഷയാണ് പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ സ്ഥിരമായിട്ട് നടത്തുന്നു. കുടുംബത്തെയും ബന്ധുജനങ്ങളെയും ഒക്കെ വിട്ടുവരുമ്പോൾ ഒരുപാട് വിഷമം അനുഭവിക്കുന്നില്ലേ? സിസ്റ്റർ അതെങ്ങനെ അതിജീവിച്ചു? അതായത് ഈ സന്യാസ വ്രതാനുഷ്ഠാനം വഴി ഞങ്ങൾ കുടുംബ ബന്ധങ്ങളെ ഉപേക്ഷിക്കുന്നില്ല. പ്രത്യുത കുടുംബത്തോടുള്ള ഞങ്ങളുടെ കടമയിൽ നിന്ന് വ്രതാനുഷ്ഠാനം വഴി സന്യാസികൾക്ക് ഒഴിവ് ലഭിക്കുന്നുണ്ട്. ആ ജീവിതം അതിൻ്റെ തീവ്രതയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ധ്യാനാത്മക ജീവിതത്തിൽ ജീവിക്കുന്നവർ. അപ്പം അതുവഴി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് തന്നെ ഒത്തിരി അനുഗ്രഹം ലഭിച്ചിട്ടുള്ളൂ. അപ്പം ഞങ്ങളുടെ അമ്മ മരിച്ചാൽ പോലും ഇപ്പം ഞങ്ങളുടെ ഇവിടെ വന്നതിന് ശേഷം
3-4 പേരുടെ അമ്മയും അപ്പനൊക്കെ ആയിട്ട് മരിച്ചിട്ടുണ്ട്. പക്ഷെ ആരും ഒരിക്കലും കാണാനായിട്ടുള്ളൊരു പറയുകയോ പോവുകയോ ഞങ്ങളാരും ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ അമ്മ മരിച്ചപ്പോഴും അവരങ്ങനെ ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, അമ്മച്ചിയോടുള്ള ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള സ്നേഹത്തെ പ്രതി നമുക്കൊരു ത്യാഗം ചെയ്ത് ഞാനത് വരാതിരിക്കുന്നതല്ലേ. എൻ്റെ ബ്രദറിനോട് ഞാൻ ചോദിച്ചു, അതല്ലേ കൂടുതലും നല്ലത്, അത് ഈശോയ്ക്ക് വേണ്ടി ഞാനത് അങ്ങോട്ട് ഏറ്റെടുക്കാം, അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു അനുഗ്രഹമായിട്ട് തീരുകയല്ലേ. അവർക്കും സന്തോഷമായി, അവരെല്ലാം ഇപ്പോഴും അതിൽ വലിയ ആനന്ദമാണ്. അതിനെക്കുറിച്ചൊരു തടസ്സമൊന്നും ഇന്ന് വരെയായിട്ടും അതിനെക്കുറിച്ച് സംസാരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ആഗ്രഹം എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ ഒരു കൃപയാണത്. നമ്മളുണ്ടാക്കുന്നത് അതല്ല, ദൈവം തന്നെ നമുക്കത് നൽകുന്നതാണ്. ഈ വിളിയോടൊപ്പം തന്നെ അതിന് വേണ്ടുള്ള തടസ്സങ്ങളെയൊക്കെ അതിജീവിക്കാനായിട്ട് ദൈവം ഞങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു അനുഗ്രഹം നൽകുന്നതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരിക്കലും ഞങ്ങൾക്ക് കുടുംബ ബന്ധം വിട്ടു എന്ന് പറയാമല്ലോ. അവരുടെ ആവശ്യങ്ങൾ ഞങ്ങളെ അറിയിക്കും, ഞങ്ങൾ പ്രാർത്ഥിക്കും. അവർക്ക് എല്ലാ അനുഗ്രഹമായിട്ട് ഒത്തിരിയേറെ അനുഭവങ്ങൾ അങ്ങനെ പറയാനായിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ 10 മക്കളാണ്. അപ്പച്ചൻ വളരെ ചെറുപ്പത്തിലെ 52 വയസ്സുള്ളപ്പോൾ മരിച്ചു. ഞങ്ങൾ ചിരട്ടനാഴിയും പോലെയുള്ള 10 മക്കളായിട്ട് ഞങ്ങളങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നു. 4-മത്തെ ആളാണ് ജോൺസി. ഞങ്ങൾ മേരി എന്ന് വിളിക്കും. അവൾ പ്രീ-ഡിഗ്രി കഴിഞ്ഞു, ശങ്കര കോളേജിൽ പഠിച്ച് പ്രീ-ഡിഗ്രി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അവൾ മഠത്തിൽ ചേരണമെന്ന് പറഞ്ഞു. മഠത്തിൽ ചേരാൻ തീരുമാനിച്ചു. അതെല്ലാം കഴിയുമ്പോൾ ഞങ്ങൾ അറിയണം മഠത്തിൽ ചേരാൻ പോകാനുള്ളൂ എന്നുള്ളതൊക്കെ. പിന്നെ അവൾ ഉടനെ തന്നെ മഠത്തിൽ പോയി അവൾ ഉടുപ്പ് കിട്ടി. വ്രതമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അവൾ നേരെ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി ഡൽഹി അടുത്ത് ഗാസിയാബാദിലേക്ക് പോയി. അങ്ങനെ അവൾ ദൈവത്തോട് കൂടുതൽ അടുത്ത് അവൾ ഗാസിയാബാദിൽ നേരെ റോമിലേക്കും ജർമ്മനിയിലേക്കൊക്കെ പോയി. അങ്ങനെ റോമിലെ ജീവിതമൊക്കെ ആയിട്ട് ജോൺസി അങ്ങനെ നടന്ന് ഒരു 10-15 കൊല്ലം, 10-20 കൊല്ലം അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും ഒരിക്കൽ ഇതുപോലെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവൾ ഞങ്ങളോട് പറഞ്ഞു, എനിക്ക് എല്ലാവരോടും ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. അങ്ങനെ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ അവൾ പറയുകയാണ് ഞങ്ങളോട്, എല്ലാവരും കുട്ടച്ചേട്ടനൊക്കെ കേട്ടോ, എന്നെ കുട്ടൻചേട്ടാന്ന് വിളിക്കണേ, കുട്ടച്ചേട്ടൻ കേട്ടോ, ഞാൻ മിണ്ടാമഠത്തിൽ പോവാണ്. മിണ്ടാമഠം എന്ന് പറഞ്ഞാൽ അന്ന് നമുക്ക് ഈ ലത്തീൻ കത്തോലിക്കലാണ് മിണ്ടാമഠം ഉണ്ടായിരുന്നുള്ളൂ, ഞങ്ങൾക്ക് ഉണ്ടായില്ല. പക്ഷേ മിണ്ടാമഠത്തിൽ പോവാണ്. ഞാൻ അതിനുള്ള പരിപാടിയൊക്കെ അറേഞ്ച് ചെയ്ത് റോമിൽ നിന്ന് പിതാവിൻ്റെ അനുവാദം മേടിച്ചിട്ടുണ്ട്, വർക്കി പിതാവിൻ്റെ അനുവാദമൊക്കെ മേടിച്ച് ഞാൻ വന്നേക്കടെ. അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹകരിക്കണം. ഞാൻ 2 മാസം അവിടെ പോയി നിൽക്കട്ടെ, എന്തൊക്കെയാണ് അവിടെ ശുശ്രൂഷ എങ്ങനെയാണെന്ന് അറിയട്ടെ എന്ന് പറഞ്ഞ് അവൾ കോട്ടയത്ത് പോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആദ്യം ഒന്നൊക്കെ പരിസരപ്പെടുത്താൻ നോക്കിയെങ്കിലും പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. അമ്മച്ചി വലിയ പ്രാർത്ഥനയുടെ ആളൊക്കെ ആയിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ അമ്മച്ചി ഞാനെ കൂടിയിട്ട് അവളെ കൊണ്ടുപോയി കൊട്ടിയം മഠത്തിൽ കൊണ്ടുപോയി ആക്കി. അങ്ങനെ അവിടെ നിന്നു 1 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അവളുടെ നിത്യപ്രതിജ്ഞ കഴിഞ്ഞു. അവളവിടെ സിസ്റ്ററായി. അത് കഴിഞ്ഞ് പിന്നെ അവൾ ഇങ്ങോട്ട് മലയാറ്റൂർ മഠം തുടങ്ങി. ഇപ്പോൾ ഈ അടുത്ത ഒരു 5-8 മാസം മുമ്പ് എനിക്കൊരു വലിയ അസുഖം ഉണ്ടായി, അൾസർ എന്ന് പറയും. അൾസറിൻ്റെ ഒരു വയറുവേദന പോലും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിലും അങ്ങനെ അൾസർ വന്ന് ഞാൻ അബോധാവസ്ഥയിലായി. ബ്ലഡ് എല്ലാം കഴിഞ്ഞ് -3 വരെയായി. അപ്പോൾ എന്നെ ഇവിടുന്ന് LF നിന്ന് നേരെ വെൻറ്റിലേറ്ററിൽ PBST കൊണ്ടുപോയി. അങ്ങനെ 8 ദിവസം വെൻറ്റിലേറ്ററിൽ കിടന്നു. മരിക്കാൻ എല്ലാം കൊടുക്കുന്നതായിട്ടൊക്കെ എല്ലാ ആവശ്യങ്ങളും നമുക്ക് നിർവഹിച്ച് കാണേണ്ടവരൊക്കെ വന്ന് കണ്ടോളാൻ പറഞ്ഞു. എല്ലാം കഴിഞ്ഞു. അങ്ങനെ 8 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ജീവനോട് പതുക്കുകയും പിന്നെ എണീറ്റ് വന്നു. എണീറ്റ് വന്നപ്പോൾ എനിക്കറിയാം അവളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ എണീറ്റ് വന്നതെന്നുള്ളത്. അതിനുശേഷം ഒരു 10-20 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അവളെ കാണാൻ LF ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൾ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞേ, എടാ നീ ഇപ്പം മരിക്കില്ല, നിന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവം തന്ന പണിയാണത്. അതുകൊണ്ട് നീ വെള്ളം കുടിക്കാൻ ചെയ്യരുത്, പ്രാർത്ഥനയും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുക, നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരാനുണ്ട്, അതിലേക്ക് നീ ഇനി മടങ്ങണം എന്നും പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോഴും എൻ്റെ വിശ്വാസം മുഴുവനും അവളുടെ അനിയത്തി രാരിയുടെയും പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത്. എന്തായാലും മിണ്ടാമഠം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല. മിണ്ടാമഠം പ്രാർത്ഥനയുടെ ഒരു കൂട്ടമാണ്. അപ്പോൾ ആ പ്രാർത്ഥന നമുക്ക് ഫലിക്കുകയും ചെയ്യും. ലോകത്തിൻ്റെ സുഖസന്തോഷങ്ങൾ വെടിഞ്ഞ് ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുന്ന ഈ സഹോദരികൾ കുടുംബത്തിനും ഒരനുഗ്രഹമായി മാറുകയാണ്. കുടുംബ സന്തോഷങ്ങളിലും മറ്റനുഷ്ഠാനങ്ങളിലും ഇവർക്ക് പങ്കെടുക്കുവാൻ കഴിയില്ലെങ്കിലും പ്രാർത്ഥനയിൽ ദൈവത്തോടൈക്യപ്പെട്ട് ജീവിക്കുന്ന ഇവർ ത്യാഗത്തോടെ സ്വയം വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ സന്തോഷങ്ങളെക്കാളും വലുതാണ് ഈ ആനന്ദമെന്ന് ഇവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇതിലൂടെ കൈവരുന്ന അനുഗ്രഹത്തെക്കുറിച്ച് നമുക്ക് കേൾക്കാം. ഞങ്ങൾ 10 മക്കളിൽ ഞാൻ 3-മത്തെ ആളും, എൻ്റെ താഴെ ജോൺസിയും, അതിൻ്റെ താഴെയുള്ള ആളാണ് ട്രീസ. ജോൺസി മിണ്ടാമഠത്തിൽ ചേരുമ്പോൾ
ഞങ്ങൾക്കൊക്കെ വളരെയധികം വിഷമമുണ്ടായിരുന്നു. എന്നിരുന്നാലും ജോൺസി മിണ്ടാമടത്തിൽ പോയി അതിൽ നിന്ന് അവളുടെ പ്രാർത്ഥനയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ അനുഭവം വെച്ച് ഞങ്ങൾക്ക് പിന്നീട് വളരെയധികം ഉത്സാഹവും ആത്മീയമായിട്ട് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളും ധാരാളമായി ഞങ്ങൾക്ക് തോന്നുന്നു. അതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ജോൺസിക്ക് ബ്രസ്റ്റ് ക്യാൻസറായിട്ടൊരു ഇത് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുന്നത്. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അത് ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് അതിനോടനുബന്ധിച്ച് കീമോതെറാപ്പി ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അതിന് ട്രീറ്റ്മെൻറ്റ് പോകുന്ന സമയത്ത് RCCയിലുണ്ടായിരുന്ന ഡോക്ടർ ജോസഫ് ഡോക്ടർ അവിടുത്തെ ചീഫായിരുന്നു. ഡോക്ടർ ഇതുപോലെ എന്നോട് ഞങ്ങളൊക്കെ ചെല്ലുമ്പോൾ നേരിട്ട് പറയുമായിരുന്നു, നിങ്ങളുടെ സിസ്റ്ററും മിണ്ടാമടത്തിലുള്ള മറ്റ് സിസ്റ്റേഴ്സൊക്കെ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്. ഞങ്ങൾക്കൊക്കെ പല ഹാർട്ടിൻ്റെ പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ്. പക്ഷേ ഇവരൊക്കെ ഞങ്ങൾക്ക് മാലാഖമാർ പോലെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവരിൽ നിന്ന് ഇവരുടെ പ്രാർത്ഥന വഴി ഞങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്. അങ്ങനെ ജോൺസിയുടെ ജീവിതം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അമ്മച്ചിക്ക് ഹാർട്ടിന് പ്രശ്നമായിട്ട് അമ്മച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതും അങ്ങനെ അമ്മച്ചിക്ക് രോഗം മൂർച്ഛിച്ച് അമ്മ പെട്ടെന്ന് മരിക്കുന്നതും. അങ്ങനെ അമ്മ മരിച്ച സമയത്ത് ജോൺസി കൊട്ടിയത്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്മച്ചിയുടെ മൃതദേഹം ഞങ്ങൾ മോർച്ചറിയിൽ വെച്ചിരുന്നു. ജോൺസിക്ക് വരാൻ വേണ്ടി ജോൺസിക്ക് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ വരുമെന്നല്ല പ്രതീക്ഷയിലിരിക്കുമ്പോഴാണ് പിന്നീട് അറിഞ്ഞത് ജോൺസി വരുന്നില്ല. ജോൺസി പറഞ്ഞു ഞങ്ങളോട്, അമ്മ മരിച്ചു, പക്ഷേ അമ്മയുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം, അതുകൊണ്ട് ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും, നിങ്ങളതുകൊണ്ട് വിഷമിക്കേണ്ട. അങ്ങനെ ആദ്യം ഞങ്ങൾക്കങ്ങനെ തോന്നിയെങ്കിലും പിന്നീട് തോന്നി ശരിയാണ്, അവൾ പറയുന്നതാണ് ശരിയെന്ന്. അങ്ങനെ അവളില്ലെങ്കിലും അവളുടെ പ്രാർത്ഥനയിൽ കൂടി ഞങ്ങൾക്ക് അമ്മച്ചിയുടെ ശവസംസ്കാരത്തിൽ ഞങ്ങൾ സന്തോഷമായിട്ട് ഞങ്ങൾ പങ്കെടുത്തു. അത് ഞങ്ങൾക്കൊരു നല്ല അനുഭവമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് ഇത്ര അടുത്ത് ഞങ്ങളുടെ 2 സിസ്റ്റേഴ്സും ഈ കോൺവെൻറ്റിലുള്ളത് ഞങ്ങൾക്ക് വളരെ അഭിമാനമാണ്. പ്രാർത്ഥനയിൽ ആഴപ്പെട്ട് ജീവിക്കുമ്പോൾ വിശുദ്ധർക്ക് ഒരുപാട് മിസ്റ്റിക് അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സിസ്റ്റർക്ക് അതുപോലുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഈശോ സംസാരിക്കുന്നതായിട്ടോ എന്നങ്ങനെ എന്തെങ്കിലും? വിശുദ്ധ അമ്മ ത്രേസ്യ പറയുന്നത് പോലെ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അങ്ങനെ ഒന്നാണ് ഈ ഭവനം. ആത്മസംതൃപ്തി അല്പം പോലും കാക്ഷിക്കാതെ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവർക്ക് എല്ലാം സ്വർഗീയ അനുഭവമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻ്റ് ഇതാണ്, ആത്മസംതൃപ്തി അല്പം പോലും കാക്ഷിക്കാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ഒരാൾ ഇറങ്ങി പുറപ്പെട്ടോ പിന്നെ മുഴുവനും ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് ആ ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ അത് സംസാരമായിട്ടും ഇൻസ്പിറേഷനായിട്ടും അനുഭവങ്ങളായിട്ടും പലവിധ ദർശനങ്ങളായിട്ടും ഭർത്താവിൻ്റെ ആ സിമ്പിൾ ട്രാൻസ്ഫോമിങ് യൂണിയനിലേക്ക് ദൈവം ആ ആത്മാവിനെ എത്തും. അപ്പോഴാണ് ഈ സ്വർഗീയ അനുഭവത്തിൻ്റെ ആരംഭം ഉണ്ടാകുക. ആത്മാവും ദൈവവുമായിട്ടുള്ള ആ വേഴ്ച നടക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം, ഞാൻ പറയും, ഓരോ ആത്മാവിനെയും ദൈവം സൃഷ്ടിക്കുന്നത് അതിനു വേണ്ടിയാണ്. അത് സിസ്റ്റേഴ്സിനോ അച്ഛന്മാർക്കോ അല്ലെങ്കിൽ മിണ്ടാമടത്തിലുള്ള സിസ്റ്റേഴ്സിനോ ഉള്ളത് മാത്രമല്ല, ഇത് ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട എല്ലാവർക്കും ദൈവം ഈ ഐക്യത്തിന് വേണ്ടിയാണ് ദൈവം ഒരാത്മാവിനെ സൃഷ്ടിക്കുന്നത്. നമ്മൾ 1-ാം ക്ലാസ്സിലെ 1-ാം പാഠപുസ്തകത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ചോദ്യമാണ്, ദൈവം എന്തിനാണ് നിന്നെ സൃഷ്ടിച്ചത്? ആരാണ് നിന്നെ സൃഷ്ടിച്ചത്? ദൈവം എന്തിനാണ് നിന്നെ സൃഷ്ടിച്ചത്? അതിനകത്ത് പറയുന്നുണ്ടല്ലോ, ദൈവം അറിഞ്ഞ് തന്നെ സ്നേഹിച്ച് തന്നിൽ നിത്യമായി ലയിച്ചുള്ള നിത്യരക്ഷ പ്രാപിക്കാനായിട്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഒറ്റൊരാഗ്രഹമാണ്, സൃഷ്ടിയുടെ ഉദ്ദേശം തന്നെയാണ് ഈ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസിലേക്ക് ഒരാത്മാവ് എത്തിച്ചേരുക. അതിനാണ് ദൈവം തന്നെ ഇറങ്ങി വന്ന് നമ്മളെ രക്ഷിച്ചെടുത്തത്. ഒരു പാപിയെ സ്വന്തമാക്കുന്നതിൽ ദൈവത്തിന് എന്തൊരു ആനന്ദം! സ്വർഗം പോലും സന്തോഷിക്കുന്ന ആളൊരു പാപിയുടെ അങ്ങനെയാണെങ്കിൽ സ്വന്തം ഇഷ്ടമൊന്നും നോക്കാതെ ദൈവത്തിൻ്റെ ഹിതം മാത്രം നോക്കി ജീവിക്കുന്ന ഒരാത്മാവിന് ദൈവം തൻ്റെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന നിരവധിയായ അനുഭവങ്ങൾ ഓരോ നിമിഷവും ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ വലിയൊരു ആനന്ദം. അതാണ് ഇങ്ങനെയുള്ള ഭവനങ്ങൾ, അതിന് ഏറ്റവും കൺഡ്യൂസീവ് ക്ലൈമറ്റ്. മിണ്ടാമടത്തിലുള്ളവർക്ക് അങ്ങനത്തെ ഒരു അനുഭവം ദൈവം ഏകാന്തതയും മൗനവും ഒക്കെ ആയിട്ടിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനും
അത് അനുഭവിക്കാൻ സാധിക്കുന്നത്. മറ്റ് വരുമാന മാർഗങ്ങളൊന്നുമില്ലാത്തതിനാൽ ദൈവപരിപാലനയിൽ മാത്രമാണല്ലോ നിങ്ങളുടെ ആശ്രയം. ദൈവപരിപാലനയുടെ അനുഭവം ഒന്ന് പങ്കുവയ്ക്കാമോ? ദൈവത്തെ പ്രതി എല്ലാം ഉപേക്ഷിക്കുന്നവർക്ക് എല്ലാം ദൈവം ഭംഗിയാക്കി കൊടുക്കുമെന്നുള്ളതാണ് എൻ്റെ ബോധ്യം. അത് വിശുദ്ധ അമ്മത്രസ്യായും പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള വ്യക്തികളെ ദൈവം മഠങ്ങളുടെ കാര്യം എടുത്താലും ഞങ്ങളുടെ എല്ലാ ധ്യാനാത്മക സന്യാസ സമൂഹങ്ങളിലും ഒക്കെ കാണുന്നത് അപാരമായ ദൈവപരിപാലനയുടെ കരങ്ങളാണ്. അത് വളരെ അത്ഭുതാവഹമായി നമുക്ക് തന്നെ തോന്നും. ഞങ്ങളിവിടെ ദൈവപരിപാലനയുടെ കാര്യം മാത്രമല്ല, ഞങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങളും ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങളുടെ സഭയുടെ ഒരു ചൈതന്യമാണ് കഠിനാധ്വാനം, ദാരിദ്ര്യാരൂപി. അപ്പം അതൊരു ഭാഗമായിട്ടും ഞങ്ങളത് ചെയ്യുന്നുണ്ട്. അതിന് ആവശ്യമായിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളത് ഇവിടെ കുർബാനയ്ക്ക് ആവശ്യമായ ഓസ്തി, തിരികൾ, കുർബാന കുപ്പായങ്ങളും പിന്നെ ജപമാല, അതുപോലെ സ്കാപ്പുലർ, മാതാവിൻ്റെ ഉത്തരീയം, ഇങ്ങനെ തുടങ്ങിയ തിരുസ്വരൂപങ്ങളൊക്കെ ഞങ്ങൾ കിട്ടുന്ന സമയത്തെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ഭവനം തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ ഒരിക്കലും ഇവിടെ അരി വാങ്ങേണ്ടി വന്നിട്ടില്ല. തുടർച്ചയായിട്ട് നമുക്ക് അരി കിട്ടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു പ്രത്യേക ഒരു അനുഭവം ഞാൻ എടുത്തു പറയണം. ഞങ്ങൾ ഈ മഠം തുടങ്ങിയ കാലങ്ങളിൽ ഇവിടെ ഞങ്ങൾക്കൊന്നും ഉണ്ടായിരുന്നില്ല, യാതൊന്നും ഞങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കൃഷി. അപ്പോൾ ഇവിടെ അടുത്ത വീട്ടിലെ മാങ്ങയുടെ കൊമ്പ് ഇങ്ങോട്ടാണ് ചെരിഞ്ഞ് എഴുതുന്നത്. അപ്പോൾ അവിടെ ഈ പഴമാങ്ങ ധാരാളം തൂങ്ങിക്കിടക്കുന്ന സിസ്റ്റേഴ്സ് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് പഴമാങ്ങ കറി വെച്ചിട്ട് എത്ര നാളായെന്ന് വെറുതെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു നമുക്ക് പണിക്കാരോട് പറയാം കുറച്ച് മാങ്ങ വാങ്ങിച്ചു കൊണ്ടുവരാൻ, അവരുടെ ജോലി കഴിയുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തെ ഞാൻ രാവിലെ വിളിച്ച് പറഞ്ഞു ഇത്തിരി പഴമാങ്ങ കൊണ്ടുവരണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഇത് പറഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് സിസ്റ്റർ ഇവിടെ ടേണിൽ വന്ന് നോക്കിക്കഴിഞ്ഞപ്പം ഒരു സഞ്ചി നിറച്ച് മാങ്ങയിരിക്കുന്നു, ഈ കൊച്ചുമാങ്ങ പഴമാങ്ങ. അപ്പം ഞങ്ങൾ ഓർത്ത് വന്ന ഈ മനുഷ്യൻ വൈകുന്നേരം ജോലി കഴിഞ്ഞ് കൊണ്ടുവരാനാണ് പറഞ്ഞത്, ഇത് നേരത്തെ കൊണ്ടുവന്നു എന്ന് ഓർത്തിട്ട് ഞങ്ങൾ അതെടുത്ത് അകത്തേക്ക് എടുത്തു വെച്ചു. അത് കഴിഞ്ഞ് വൈകുന്നേരം 5 മണി കഴിഞ്ഞ് ജോലി കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ അദ്ദേഹത്തോട് പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹം കൊണ്ടുവന്നു. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇതാരും കൊണ്ടുവന്ന് വെച്ചു. ഒരു സഞ്ചി നിറച്ച് കുറേ മാങ്ങ ഇവിടെ വന്നിരിക്കണം. പിന്നെ ഞാൻ നോക്കി ആ വർഷം മുഴുവനും ഞങ്ങളുടെ സ്റ്റോറിൽ ഈ പഴമാങ്ങ എപ്പോഴും തുടരെ ഓരോരുത്തർ കൊണ്ടുവന്ന് ഈ സ്റ്റോർ റൂം മുഴുവനും എപ്പോഴും നിറഞ്ഞു മാങ്ങ കിടക്കണതായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ പോലും ഞാൻ ഇത്രയും പഴമാങ്ങ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. ഞങ്ങൾ പണിക്കാർക്കൊക്കെ എപ്പോഴും എടുത്ത് കൊടുക്കുമായിരുന്നു. അത് തീർക്കാൻ വേണ്ടി കേടുവരാതിരിക്കാൻ വേണ്ടി കൊടുക്കുമായിരുന്നു. ദൈവപരിപാലനയുടെ ഒരു ചെറിയ ഉദാഹരണം. ഇതുപോലെ പല അനുഭവങ്ങളും ഞങ്ങൾക്കുണ്ട്. നട്ട്സും സാധനങ്ങളും ബിസ്ക്കറ്റുകളൊക്കെ ആയിട്ട് ഇടയ്ക്ക് ഇവിടെ ടേണിൽ വന്നിരിക്കണ കാണാൻ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ അത് ആരാ കൊണ്ടുവന്നതെന്ന് ഇന്ന് വരെ അറിയാനും പാടില്ല. അങ്ങനെയുള്ള ധാരാളം ദൈവം അവിടുത്തെ കരങ്ങളിൽ ദൈവത്തിനായിട്ട് പ്രത്യേകം മാറ്റി വയ്ക്കപ്പെട്ടിരിക്കുന്ന, പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലെയുള്ളവരെ ദൈവം ഏറ്റവും എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് പരിപാലിക്കുന്ന അനുഭവമാണ് എപ്പോഴും ഉള്ളത്. അല്ലാത്തതായിട്ട് ഒന്നുമില്ല. ദാരിദ്ര്യാരൂപിയും പ്രായശ്ചിത്ത പ്രവർത്തനങ്ങളും നിങ്ങൾ എങ്ങനെയാണ് തുടരുന്നത്? ഞങ്ങളുടെ ജീവിതം ഒരു കഠിന അധ്വാനത്തിൻ്റേതാണ്. ഞങ്ങളുടെ ഭവനത്തിലെ ജോലികളും അതുപോലെ തന്നെ കിച്ചൺ ജോലികളുമൊക്കെ ഞങ്ങൾ തന്നെ ഓരോ ടേൺ ബൈ ടേൺ ആയിട്ട് 2 പേര് ഓരോ ആഴ്ചയിലും അങ്ങനെ ചെയ്യുന്നു. പിന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം കൃഷിയൊക്കെ ഞങ്ങൾ തന്നെ ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ് മേജർ ഇതെല്ലാം. പിന്നെ തികയാതെയൊക്കെ വന്നാൽ മാത്രമേ ഞങ്ങൾ അങ്ങനെ പുറത്തുനിന്ന് വാങ്ങാനായിട്ടുള്ളത്. കാരണം ആർക്കും താല്പര്യമില്ല പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണം. നമ്മുടെ തന്നെ ഇവിടുത്തെ ഞങ്ങളുടെ ഭക്ഷണമൊക്കെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ തന്നെ ഒരുമാതിരി കൃഷി ചെയ്യും. പിന്നെ വലിയ തെങ്ങും മറ്റതൊക്കെ കളയ്ക്കേണ്ടി വരുമ്പോൾ ഞങ്ങൾ
പുറത്തുനിന്ന് ആരെങ്കിലും മാസത്തിൽ 1-2 പ്രാവശ്യമോ അങ്ങനെയല്ലാതെ ഇവിടെ സ്ഥിരമായിട്ടൊരു പണിക്കാർ ഈ ഭവനത്തിലില്ല. പിന്നെ ഞങ്ങൾക്ക് ഈ ഫാസ്റ്റിംഗ് ഒരു സീസണുണ്ട്. കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ തൊട്ട്, അതായത് സെപ്റ്റംബർ 14 തൊട്ട് പിന്നെ ഈസ്റ്റർ സൺഡേ വരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാർമലിൻ്റെ ഒരു ഫാസ്റ്റിംഗ് രീതിയാണ്. അത് സൺഡേയും വലിയ തിരുനാളുകളും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ദിവസവും ഞങ്ങൾ ഈ നാളുകളിൽ ഫാസ്റ്റ് ചെയ്യും. അത് രാവിലെ ഒരു 2 ബ്രെഡ് 2.5 ബ്രെഡ് കഴിക്കും, കോഫിയും കഴിച്ചിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾക്കൊരു നേരം ഭക്ഷണം, അത് ശരിയായിട്ടുള്ളൊരു ഭക്ഷണം, അത് നല്ല സഫീഷ്യൻ്റായിട്ടുള്ള. ആ സമയത്ത് ഞങ്ങൾക്ക് ഈ ഫിഷോ മുട്ട എന്തെങ്കിലുമൊക്കെ, വെള്ളിയാഴ്ച ഞങ്ങളിതൊന്നും കഴിക്കില്ല, അല്ലാത്ത ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഞങ്ങൾക്കിതുണ്ട് ഭക്ഷണമൊക്കെ. അത് കഴിഞ്ഞ് 4 മണിക്ക് ഒരു ഗ്ലാസ് കാപ്പി കിട്ടും. പിന്നെ വൈകുന്നേരം ഈ ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിൻ്റെ ഒരു അംശം, അതൊരു 8 ഔൺസാണ് രാത്രിയിലെ ഭക്ഷണത്തിൻ്റെ കണക്ക്. ആ സമയത്ത് ഞങ്ങൾ ഈ ഫിഷോ എഗ്ഗൊന്നും എടുക്കുകയില്ല ഈ നാളുകളിൽ. പിന്നെ ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള നാളുകൾ വരുമ്പോൾ ഞങ്ങൾക്ക് അതിന് ഒരു റെസ്ട്രിക്ഷനില്ല. അതാണ് ഞങ്ങളുടെ. പിന്നെ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം ദൈവം തരുന്നുണ്ട്. പിന്നെ വസ്ത്രങ്ങളൊക്കെ ആണെങ്കിലും ഒരുപാട് വസ്ത്രങ്ങളൊന്നുമില്ല, വീട്ടിലിടാനും പിന്നെ പള്ളി അങ്ങനെ പോകാനും പുറത്തേക്ക് എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇടാനായിട്ടുള്ള അങ്ങനെ ഒരു 2 വസ്ത്രമാണ് മെയിനായിട്ടുള്ളത്. അത് പിന്നെ വസ്ത്രങ്ങൾ കഴുകാനൊക്കെ ഞങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ കഴുകണതും അത് ചെയ്യണതും. പിന്നെ എല്ലാം ഏറ്റവും മാക്സിമം ആ വസ്ത്രം ഉപയോഗിച്ചിട്ടാണ് അത് ഇത് ചെയ്യുള്ളൂ. ഉടുപ്പ് കീറി കഴിയുമ്പോൾ അത് ഏപ്രണാക്കി മാറ്റും, അല്ലെങ്കിൽ സ്കേർട്ടായിട്ടൊക്കെ ഉപയോഗിച്ച് അതും കഴിഞ്ഞത് അങ്ങനെ അവസാനം ട്യൂണിക്കാണെങ്കിലും അങ്ങനെ തന്നെ എല്ലാം. അതിൽ ചെരുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിലും ഏറ്റവും മാക്സിമം ഉപയോഗിച്ച് അതിൻ്റെ സ്ട്രാഫൊക്കെ മാറ്റിയിട്ടും പിന്നെ ഉപയോഗിച്ച് അതും കഴിഞ്ഞ് ഉപയോഗിക്കാൻ പറ്റാണ്ടാകുമ്പോൾ ഗാർഡനിൽ പോകുമ്പോൾ അത് ഉപയോഗിച്ച് അങ്ങനെയാണ്. ഞങ്ങൾക്ക് അതിനൊക്കെ ആവശ്യമൊക്കെ ആരെങ്കിലുമൊക്കെ ചോദിക്കുന്നു ഇങ്ങനെ എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളിങ്ങനെയുള്ള കാര്യങ്ങൾ തീർന്നു കഴിയുമ്പോൾ ഞങ്ങൾ അവരോട് പറയും, ഇപ്പോൾ സിസ്റ്റേഴ്സിന് എല്ലാവർക്കും ഇങ്ങനെ ഓരോ ജോഡിയൊക്കെ ചെരുപ്പ് ഇപ്പോൾ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ സോപ്പ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആൾക്കാർ തരുന്നതാണ്. ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും വാങ്ങുന്നതായിട്ട് ഇല്ല, മിക്കവാറും ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ മീറ്റ് ഞങ്ങൾ ഒരിക്കലും കഴിക്കുകയില്ല. പിന്നെ ഞങ്ങളുടെ എനിക്ക് തോന്നുന്നത് ഇത്രയും കാര്യങ്ങൾ ഉപവാസത്തിൻ്റെയൊക്കെ ഉള്ളത് ഇതുപോലെയാണ് പോകുന്നത്. അധ്വാനം ഞങ്ങളെല്ലാവർക്കും ഉണ്ട്, ഓരോ പ്ലോട്ട്, ഓരോരുത്തരും അവരവരുടെ പ്ലോട്ടിൽ പോയി അത് നനച്ച് അവർ തന്നെ അതിനെ വളമൊക്കെ ഇട്ട് അതും ഈ ട്രെയിനിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. ഓഫീസസൊക്കെ വരുമ്പോൾ തന്നെ അവരെ എങ്ങനെയാണ് വിത്തുകൾ നടാനും വിത്തുകൾ ചെടി നടാനും വിത്ത് പാകാനും അതിന് വളമിടാനും ഒക്കെ ഒരു കാണിച്ചു കൊടുക്കുക അതെങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ. അപ്പോൾ അവരവരുടെ അത് ചെയ്ത് അങ്ങനെയുള്ളൊരു ലളിതമായൊരു ജീവിതശൈലിയാണ് ഇവിടുത്തെ. മിണ്ടാമടം മറ്റുള്ളവർക്ക് സന്ദർശിക്കാമോ? നിങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. പ്രാർത്ഥന ആവശ്യപ്പെട്ടും പിന്നെ ആത്മീയ സഹായങ്ങൾ തേടിയും അനേകം പേർ ഞങ്ങളെ വിളിക്കുകയും ഞങ്ങളുടെ കാർമൽ സന്ദർശിക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ തപസ്സിനും പ്രായശ്ചിത്തിനുമായിട്ട് പൂർണ്ണമായി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾക്ക് നോമ്പ് കാലങ്ങളിൽ ഇങ്ങനെയുള്ള അവസരമില്ല. ഞങ്ങൾ സന്ദർശകരെ സ്വീകരിക്കാറില്ല. 25 നോമ്പിനും 50 നോമ്പിനും ഞങ്ങൾ സന്ദർശകരെ സ്വീകരിക്കാറില്ല. പിന്നെ അനുവദിക്കപ്പെട്ടിരിക്കുന്നൊരു സന്ദർശന സമയം ഞങ്ങൾക്കുണ്ട്. ആ സമയത്ത് ഇവിടെ സന്ദർശിക്കുന്നവരോട് ഞങ്ങൾ സമ്പർക്കം പുലർത്താറുണ്ട്. 8:30ക്കും 11നും ഇടയ്ക്ക് ഒരു സമയം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വൈകിട്ട് 3:30ക്കും 5:30ക്കും ഇടയ്ക്കായിട്ട് ഒരു സമയം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ അവരുമായിട്ട് സംഭാഷിക്കുക, സമ്പർക്കം പുലർത്തി അവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ട്. ട്രെയിനിലൂടെയാണ് ഞങ്ങൾ സാധാരണ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. ഇനി ആരെങ്കിലും ഞങ്ങളോട് സന്ദർശന മുറിയിൽ വന്ന് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരാൾ വന്ന് നമ്മളതിന് അവരെ ശ്രവിച്ച് അവർക്ക് ആവശ്യമുള്ളത് പറഞ്ഞു കൊടുക്കാറുണ്ട്. സാധാരണ അത് പ്രയർസാണ് കൊടുക്കാറ്. പ്രയർസിന് സാധിച്ചില്ലെങ്കിൽ വേറൊരു സിസ്റ്ററുമായിട്ട് അവർക്ക് അങ്ങനെ അനുവാദം കൊടുത്ത് അത് ചെയ്ത് ആവശ്യമുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാറൊക്കെ ഉണ്ട്. സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഒരു പ്രാർത്ഥനാ സഹായത്തിനായിട്ട് വന്നതാണ്. അപ്പം നേരിട്ട് കാണാനായിട്ട് ആഗ്രഹം ഉണ്ടാവും അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ കാഴ്ചമുറിയിലേക്ക് പോക്കോ. താക്കോൽ ഇവിടെ വെച്ചിട്ടുണ്ടേ. വിശുദ്ധ മത്രേസ്യായുടെയും
വിശുദ്ധ യോഹന്നാൻ ക്രൂസ് പിതാവിൻ്റെയും ചൈതന്യത്തിൽ നവീകൃത കർമ്മല സഭയുടെ ഒരു ശാഖ സീറോ മലബാർ സഭയിൽ ഏതാനും വർഷങ്ങളായി ഈ മലയാറ്റൂർ ഭാഗത്ത് ആരംഭിച്ചിരിക്കുകയാണ്. ദീർഘനേരം പ്രാർത്ഥനയിൽ നിമഗ്നനായിരുന്ന ഈശോയെ അനുകരിച്ചുകൊണ്ട് പ്രാർത്ഥനയിലൂടെയുള്ള ദൈവൈക്യം സാധിച്ച് അത് സഭയിലെ വലിയ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ മാർഗമാക്കുന്ന ഏതാനും സഹോദരിമാരാണ് ഈ മഠത്തിൽ താമസിക്കുന്നത്. ലോകത്തിന് വളരെയേറെ രക്ഷ സാധ്യതമാക്കുന്ന ദൈവൈക്യത്തിൻ്റെ മാർഗത്തിലൂടെയുള്ള ഇവരുടെ ജീവിതം വിശുദ്ധ കൊച്ചുത്രേസ്യയുടേതുപോലുള്ള ഒരു ജീവിതം ഇന്ന് തിരുസഭയിൽ വളരെയേറെ ശ്ലാഘിക്കപ്പെടുന്നുണ്ട്. പ്രാർത്ഥനയിലൂടെയുള്ള ഈ പ്രേക്ഷിത പ്രവർത്തനത്തിലേക്ക് ഒത്തിരി പേർ ഇന്ന് ആകർഷിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രത്യക്ഷമായ അടയാളമാണ് ഈ മിണ്ടാമടത്തിൽ ജീവിക്കുന്ന സഹോദരിമാർ. ഇവരുടെ ജീവിതം ദൈവത്തിനും സഭയ്ക്കും ലോകത്തിനും വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ്.